നമസ്കാരം. ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ടാവും. അതിൽ തന്നെ മുടികൊഴിച്ചിലും സ്കിന്നിന് വരുന്ന പ്രശ്നങ്ങൾക്കും പുറമെ തന്നെ ജോയിൻറ്റുകളിലുണ്ടാവുന്ന വേദനയും തരിപ്പും മരവിപ്പും പ്രശ്നങ്ങളായാൽ പോലും അത് തുടങ്ങിയിട്ട് PCOD പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആർത്തവ ക്രമക്കേടുകൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ ഒരു പ്രധാന കാരണമുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള ഈസ്ട്രജൻ ഹോർമോൺ താരതമ്യേന കുറവായിരിക്കും ഏജ് കൂടുന്നതിനനുസരിച്ച്. അപ്പോൾ ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് പല ആഹാരങ്ങളും ചില മെഡിസിൻസും ഒക്കെ തന്നെ നമുക്ക് കഴിക്കേണ്ടതായിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് മൂഡ് വേരിയേഷൻ വരിക, ചില മുട്ടിനൊക്കെ തന്നെ തേയ്മാനം സംഭവിക്കുക, എവിടെയെങ്കിലും സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ചെറിയൊരു സൗണ്ടൊക്കെ തന്നെ കേൾക്കുക, ശരീരത്തിൽ ചൂട് കയറുന്ന അമിതമായിട്ടുള്ള ചൂട്, ഹോട്ട് ഫ്ലാഷസ് ഉണ്ടാവുക, രാത്രി നന്നായിട്ട് വിയർക്കുന്ന പ്രശ്നങ്ങൾ, വാജൈനൽ ഡ്രൈനെസ് അനുഭവപ്പെടുക, അതുകൊണ്ട് തന്നെ സെക്ഷൽ ലൈഫ് വളരെയധികം ബുദ്ധിമുട്ടിലാവുക, ഇടയ്ക്കിടയ്ക്ക് ആർത്തവ ചക്രം ഇറഗുലറായിട്ട് വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് വയ്ക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബെല്ലി ഫാറ്റ് മാത്രം, വയറ് മാത്രം ചാടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക, ഇതുപോലെ ജോയിൻറ്റ് പെയിന് കാര്യങ്ങളും മൂഡ് സ്വിങ്സും, ആങ്ഷൈറ്റി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഡിപ്രഷൻ പ്രശ്നങ്ങളിലേക്ക് പോവുക, മെമ്മറി ഇഷ്യൂസ് വരിക, പെട്ടെന്ന് മറവി എന്നുള്ളൊരു ബുദ്ധിമുട്ട് വരിക, ഉറക്കം ശരിയായിട്ട് കിട്ടാതിരിക്കുക, സ്കിന്നിൽ വളരെയധികം ഡ്രൈനെസ്സും അല്ലെങ്കിൽ ചുളിവുകളൊക്കെ തന്നെ അധികമാവുക, മുടി വല്ലാണ്ട് കൊഴിയുക. ഞാൻ ഈ പറഞ്ഞുള്ള ഏതെങ്കിലും ഒരു ലക്ഷണം ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഒരു പ്രധാന കാരണം ഈ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നതാണ്. ലീല സ്നിഗ്ധ ബല്യ കേശ്യ വാദഹര എന്നുള്ളത് എള്ളിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. കറുത്ത എള്ള് കഴിക്കുമ്പോൾ നമുക്കത് ശരീരത്തിന് തന്നെ ഒരു ബലം നൽകാനും നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാനും അതുപോലെ വാദത്തെ കുറയ്ക്കാനായാലും ഇതുപോലെയുള്ള ബോണിൻ്റെയൊക്കെ തന്നെ സ്ട്രെങ്ത് കൂട്ടാനായാലും മുടി വളർച്ചയെ സഹായിക്കുന്നതുമായിട്ടുള്ള ഒന്ന് തന്നെയാണ് എള്ള്. എള്ള് ചേർത്തിട്ടുള്ള ആയുർവേദത്തിലുള്ള ഒരു ഔഷധ കൂട്ടാണ് തിലക്വാദ ഗ്രാന്യൂൾസ് എന്നുള്ളത്. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു 50 ഗ്രാം വരെയൊക്കെ തന്നെയാണ് കഴിക്കാൻ പറയാതെ. ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് എപ്പോൾ കഴിക്കണം എന്നുള്ളത് വേരി ചെയ്യാറുണ്ട്. ഭക്ഷണത്തിന് മുൻപേ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ സ്യൂട്ടബിളായിട്ട് രാത്രി കാലങ്ങളിൽ കിടക്കുന്നതിന് മുൻപായിട്ട് കഴിക്കാറുണ്ട്. ഒരു സ്പൂണിൽ കൂടുതൽ ഉപയോഗിക്കരുത്. രണ്ടാമത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് സുകുമാര ഘൃതമാണ്. ഇതൊരു 5 മുതൽ 10 ഗ്രാം വരെയൊക്കെ തന്നെ ഭക്ഷണത്തിന് മുൻപേ ആയിട്ട് ചൂടുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ നല്ല ചൂടുള്ള പാലിലോ ഒക്കെ തന്നെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് ജനറൽ ഹെൽത്തിനും വളരെയധികം സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരുത്താനും ഇതുപോലുള്ള ഒരുപാട് വയറുവേദന ബുദ്ധിമുട്ടുകൾ സ്ത്രീകളിൽ വരുന്ന ഇത്തരം സ്ത്രീ രോഗങ്ങളിലൊക്കെ തന്നെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഘൃതമായതുകൊണ്ട് ചില പഥ്യവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും രോഗാവസ്ഥ നോക്കിയിട്ട് പ്രത്യേകം ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് സ്വീകരിച്ചാൽ ഒന്നുകൂടെ നല്ലതാണ്.